തേനും പാലും ഒക്കെ ഒഴുകിയിട്ട് അയാൾ അകത്ത് കയറിയപ്പോൾ അയാളുടെ തനി നിറം പുറത്തേക്ക് വരികയാണെന്ന് പ്രൊമോയിൽ കാണാം. എന്തിനാണ് അർജുൻ അഞ്ജലിയെ അങ്ങനെ അവിടെ നിർത്തി? ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ വീക്കിൻ്റെ പ്രൊമോയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നത്തെ എപ്പിസോഡ് തീരുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ആലോചിച്ച രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എന്തുകൊണ്ടായിരിക്കും അഞ്ജലിയെ സ്വീകരിക്കാനായിട്ട് രാഘവനുണ്ണി തയ്യാറായത്? പിന്നെ ഒരു കാര്യം എനിക്ക് തോന്നിയൊരു കാര്യം, കുറുപ്പ് ആ ഒരു സമയം മുകളിൽ വീട്ടിലുണ്ട്. കുറുപ്പ് അറിയാതെ എങ്ങനെ അഞ്ജലിയെ വീട്ടിനുള്ളിൽ കടത്തും? ഇങ്ങനെ ഒരു കാര്യം കൂടി. കാരണം മുകളിലത്തെ നിലയിൽ കുറുപ്പുണ്ട്. കുറുപ്പ് ഈ ഒരു രംഗം കണ്ടു കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കാമെന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ചില സംശയങ്ങളും എനിക്കുണ്ടായിരുന്നു. പക്ഷേ വീക്കിൻ്റെ പുറമെ വന്നപ്പോൾ ഒരു കാര്യം ഉറപ്പായി, കുറുപ്പ് ആ ഒരു സമയം എന്താണെങ്കിലും അഞ്ജലി വീട്ടിനുള്ളിൽ കയറി എന്നുള്ളൊരു സംഭവം അറിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ അഞ്ജലിയെ സ്വീകരിക്കുകയാണ് രാഘവനുണ്ണി. എല്ലാവരും ആകെ ഷോക്കഡായി പോകും. മുത്തശ്ശിയും ഗോവിന്ദനും എല്ലാവരും, അനുപമയും ഏറ്റവും കൂടുതൽ ഷോക്കഡായി പോകുന്നത് അനുപമയാണ്. അനുപമ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അഞ്ജലിയെ അർജുനെ ചവിട്ടി പുറത്താക്കും രാഘവൻ എന്നാണ് അനുപമ പ്രതീക്ഷിച്ചത്. പക്ഷേ ഏറ്റവും വലിയ തിരിച്ചടി അനുപമയ്ക്ക് ഇന്ന് കിട്ടി. അനുപമയെ കൊണ്ട് തന്നെ ആരതി ഒഴിഞ്ഞ ശംഖുചക്രത്തിലേക്ക് അഞ്ജലിയെ സ്വീകരിച്ചു എന്നുള്ളതാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഒരിക്കലും രാഘവൻ ഇത് ചെയ്തത് ഒരു മനംമാറ്റം വന്നിട്ടോ അഞ്ജലിയുടെ അർജുൻ്റെയും നന്മ ഓർത്തിട്ടോ ഒന്നും അല്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തിന് എന്നൊരു ചോദ്യം മാത്രമാണ് നമ്മുടെ മനസ്സിലുള്ളത്. പല കാര്യങ്ങളും നമ്മുടെ ഉള്ളിലൂടെ പോകുന്നുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചത് എന്താണെങ്കിലും അർജുനും അഞ്ജലിയും തമ്മിൽ വിവാഹം കഴിഞ്ഞു, അതിനി തിരുത്താനായിട്ട് പറ്റത്തില്ല എന്ന് രാഘവൻ മനസ്സിലാക്കുകയാണ്. കാരണം അതൊരു നിയമപരമായിട്ടൊരു കല്യാണം അവർ തമ്മിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു സത്യം രാഘവൻ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഇനി അത് എന്തെങ്കിലും ഒരു കാരണവശാൽ അത് മാറ്റി എഴുതണേ തന്നെ ഡിവോഴ്സും അങ്ങനെ പല കാര്യങ്ങളും മേടിച്ചെടുത്തിട്ട് മാത്രമേ കാവ്യയും അർജുനും തമ്മിലുള്ള വിവാഹം നടത്താനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു നിമിഷം അർജുനെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അഞ്ജലിയും അർജുനും സുഖമായിട്ട് പോയി ജീവിക്കും. അഡ്വക്കേറ്റ് അഞ്ജലി കോടതി വരികയും പത്മ കേസിൽ താൻ തോറ്റുപോകുകയും ചെയ്യുമെന്ന് രാഘവന് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് രാഘവൻ ആ ഒരു കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്ത്രം മെനയുകയാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് രാഘവൻ അഞ്ജലിയെ സ്വീകരിച്ച് അകത്ത് കയറ്റിയിട്ട് എനിക്ക് തോന്നി അഞ്ജലിയെ അയാളുടെ പക്ഷത്താക്കിയിട്ട് നൈസായിട്ട് അഞ്ജലിയുടെ പണി കൊടുക്കുക, ഈ പത്മ കേസിൽ നിന്ന് അഞ്ജലി പിന്തിരിപ്പിക്കുക, അതിനുശേഷം നൈസായിട്ട് അഞ്ജലിയെ ശംഖുചക്രത്തിൽ ഇട്ട് തന്നെ തീർത്ത് കളയുക, പിന്നീട് കാവ്യനെ അർജുനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുക. ഈ ഒരു തന്ത്രമായിരിക്കും രാഘവൻ ചെയ്യാൻ പോകുന്നത് എന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ. പക്ഷെ അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ നടക്കുന്നത് എന്ന് പ്രൊമോയിൽ നിന്ന് വളരെ വ്യക്തമാണ്. അപ്പോൾ ഈ അഞ്ജലിയെ അർജുനെ രാഘവൻ സ്വീകരിക്കുമ്പോൾ അർജുനും ആലോചിക്കുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും അച്ഛൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. ആ ഒരു നിമിഷം എരുതിയിൽ എണ്ണ എന്ന പോലെ രാഘവൻ ഒരു കാര്യം കൂടി അർജുനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തുകൊണ്ട് പറയുന്നുണ്ട്, മോനെ നീ ഇപ്പോഴാണ് അർജുന എൻ്റെ മകനായത്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ ചെയ്തല്ലോ. കെട്ടിപ്പിടിച്ച് അർജുന ഉമ്മ കൊടുക്കുകയാണ്. അഞ്ജലിയുടെ മനസ്സിലൊരു തീക്കനൽ കൂടി രാഘവൻ ഇട്ട് കൊടുക്കുകയാണ്. അതായത് ഒരുവിധം കാര്യങ്ങൾ പറഞ്ഞൊപ്പിച്ച് കുറച്ചൊക്കെ കൺവീൻസ് ആക്കിയിട്ടാണ് നമ്മുടെ അഞ്ജലിയെ അർജുൻ ശംഖുചക്രത്തിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ കാര്യങ്ങൾ വീണ്ടും തകിടം മറിയുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അതിനുള്ള പൊടിക്കൈകളൊക്കെ രാഘവൻ പ്രയോഗിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി വീണ്ടും അഞ്ജലിക്ക് അർജുനിന് സംശയമൊക്കെ തോന്നും. എനിക്ക് തോന്നുന്നു ശംഖുചക്രത്തിൽ കയറി കഴിഞ്ഞ് അഞ്ജലി വീണ്ടും അർജുനോട് ചോദിക്കും, എന്നെ ചതിച്ചത് തന്നെയാണല്ലേ, ഞാൻ തൻ്റെ വാക്ക് കേട്ട് ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു, എന്നെ ചതിച്ചത് തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. അച്ഛനും മകനും കൂടി എന്നെ ചതിച്ച് ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നതാണ്, ഇവിടെ ഇട്ട് എന്നെ തീർത്ത് കളയാമല്ലോ, പത്മ കേസിൽ നിന്ന് ഞാൻ ഒഴിവാകുകയും ചെയ്യും, അതല്ലേ നിങ്ങളുടെ ആവശ്യം, അതിനു വേണ്ടിയല്ലേ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അർജുനപ്പോൾ പറയും, അല്ല അങ്ങനെയൊന്നുമല്ല അഞ്ജലി, അച്ഛൻ ആ ഒരു സമയത്ത് ഒരു തന്ത്രം ഉപയോഗിച്ചതായിരിക്കും, എന്നെയും നിന്നെയും തെറ്റിക്കാനായിട്ട് അച്ഛൻ ആ ഒരു സമയത്ത് അച്ഛൻ്റെ ക്രിമിനൽ ബുദ്ധിയിൽ ആ ഒരു തന്ത്രം ഉപയോഗിച്ചതാണ്. അത് മാത്രമല്ല അഞ്ജലിക്ക് കാര്യങ്ങളൊക്കെ പിന്നീട് എന്താണെങ്കിലും മനസ്സിലാകും. കാരണം പത്മയും അതുപോലെ അമ്പാടിയൊക്കെ പിന്നീട് കാണുമ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് ആ ഒരു തെറ്റിദ്ധാരണകൾ, വീണ്ടും വന്ന തെറ്റിദ്ധാരണകൾ മാറും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്താണെങ്കിലും ഇന്ന് വന്ന വീക്കെൻഡ് പ്രൊമോയുടെ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. വീട്ടിനുള്ളിൽ കയറുന്നത് വരെ നല്ല പിള്ള ചമഞ്ഞ രാഘവൻ്റെ തനി നിറം പുറത്തു വരികയാണ് എന്ന് പ്രൊമോയിൽ വളരെ വ്യക്തമാണ് കേട്ടോ. അതുവരെ അഞ്ജലി മോളെ അർജുനെ മോനെ വാടാ, നീ എൻ്റെ ചക്കരയാടാ, നീ എൻ്റെ സ്വന്തം മോനാടാ, ഇപ്പോഴാടാ നീ എൻ്റെ മകനായത്, അങ്ങനെയൊക്കെ പറഞ്ഞ് തേനും പാലും ഒക്കെ ഒഴുകിയിട്ട് അയാൾ അകത്ത് കയറിയപ്പോൾ അയാളുടെ തനി നിറം
പുറത്തേക്ക് വരികയാണെന്ന് പ്രൊമോയിൽ കാണാം. കാരണം അഞ്ജലിയോട് പറയുകയാണ്, ഇനി നീ ഒരിക്കലും കോടതി വരാന്തയിൽ പോവില്ല, നിന്റെ ജീവിതം ഇനി ഇവിടെ അടുക്കളയിൽ ഉരുകി ഉരുകി തീരും അഞ്ജലി എന്ന് പറയുകയാണ്. എനിക്ക് ഈ ഒരു കാര്യം കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, എന്തിനാണ് അർജുൻ അഞ്ജലിയെ അങ്ങനെ അവിടെ നിർത്തുന്നത്? അർജുൻ ആ ഒരു സമയം അപ്പോൾ തന്നെ അഞ്ജലിയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങണമെന്നാണ് ഞാൻ പറയുന്നത്. ഒരാണ് എന്ന നിലയ്ക്ക് ഒരിക്കലും അർജുൻ അഞ്ജലിയും കൂട്ടി അവിടെ നിൽക്കാനായിട്ട് പാടില്ല. കാരണം അച്ഛൻ്റെ ഉള്ളിലിരിപ്പ് അർജുൻ അറിയുന്നുണ്ട് അകത്ത് കയറിയ ശേഷം. പിന്നെ എന്തിനാണ് അഞ്ജലിയും കൊണ്ട് അവിടെ നിൽക്കുന്നത്? ഒരാണ് എന്ന നിലയ്ക്ക് അർജുൻ എടുക്കുന്ന നിലപാടുകളോട് ഒരു രീതിയിലും എനിക്ക് യോജിക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ. കാരണം അഞ്ജലി ഇനി ഒരുപാട് വിഷമിക്കാനായിട്ട് പോവുകയാണ് എന്ന് ഉറപ്പായിട്ടുണ്ട് അകത്ത് കയറിയപ്പോൾ. പിന്നെ എന്തിനാണ് അഞ്ജലിയും കൊണ്ട് അവിടെ നിൽക്കുന്നത്? അവർക്ക് രണ്ടുപേരും കൂടെ ശംഖചക്രത്തിൽ നിന്ന് പുറത്ത് പോയിട്ട് ഒരുമിച്ച് ജീവിച്ചുകൂടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ അർജുൻ ആ ഒരു കാര്യം ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. എന്താണെങ്കിലും രാഘവൻ്റെ മനസ്സിലിരിപ്പ് ഇതാണ്, അതായത് അഞ്ജലി ശംഖചക്രത്തിൽ കയറി കഴിഞ്ഞാൽ അവളെ ഒരിക്കലും ആ വീടിന് പുറത്തേക്ക് വിടത്തില്ല, കോടതിയിലേക്ക് ഒരിക്കലും കേസ് എന്ന് പറഞ്ഞ് പോകാനായിട്ട് അഞ്ജലിയെ അനുവദിക്കില്ല. രാഘവൻ ആ ഒരു തീരുമാനത്തിലാണ്. അപ്പോൾ പത്മ കേസ് ഇല്ലാതെ ആകുമല്ലോ. അങ്ങനെ അയാൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ സുഖമായിട്ട് നടക്കുകയും പത്മ കേസ് വിജയിക്കുകയും ചെയ്യും. ഇതിന് ശേഷം നൈസായിട്ട് അഞ്ജലി അങ്ങ് തട്ടിക്കളയുകയും ചെയ്താൽ അയാൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കും. അവസാനം അർജുനെ കൊണ്ട് കാവ്യയെ വിവാഹം കഴിപ്പിക്കാനായിട്ട് കഴിയുകയും ചെയ്യും. ഇതാണ് അയാൾ മനസ്സിൽ വിചാരിച്ചത് എന്ന് വീടിൻ്റെ ഉള്ളിൽ കയറിയ ശേഷമാണ് എല്ലാവർക്കും മനസ്സിലാകുന്നത് കേട്ടോ. ഞാൻ പറയുന്നത് അഞ്ജലിയും കൂട്ടി അർജുൻ അവിടെ നിന്ന് ഇറങ്ങുക തന്നെ വേണം. ഒരു നിമിഷം പോലും ആ ശംഖചക്രത്തിൽ നിൽക്കാനായിട്ട് പാടില്ല. പക്ഷേ പ്രൊമേയിൽ ഒരു കാര്യം വ്യക്തമാണ്, എവിടേക്കും പോയിട്ടില്ല, അവിടെ തന്നെയുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളും ഈ രാഘവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് വിഷമിച്ചുകൊണ്ട് നമ്മുടെ അഞ്ജലി നിൽക്കുകയാണ്. ഇനി പത്മ കേസ് ഉണ്ടാവുകയില്ല, താൻ വലിയൊരു ട്രാപ്പിൽ പെട്ടുപോയിരിക്കുകയാണ്. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഓർത്ത് വിഷമിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന അഞ്ജലിയെ നമുക്ക് കാണാം. ആ ഒരു ഒറ്റപ്പെടൽ എത്ര വലുതായിരിക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്താണെങ്കിലും അർജുൻ അവിടെ ഉണ്ട്, അത് നമുക്ക് ഒരു ആശ്വാസം തന്നെ. അർജുൻ എനിക്ക് തോന്നുന്നു ശംഖചക്രത്തിൽ നിന്ന് ഇറങ്ങില്ല. ഇങ്ങനെയൊരു ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അഞ്ജലിയോട് പറയും, ഇവിടെ ആര് എന്തു പറഞ്ഞു എന്ന് പറഞ്ഞാലും നീ പത്മ കേസുമായിട്ട് മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും, അതിന് ഞാൻ സപ്പോർട്ടുണ്ട്. നിൻ്റെ സ്ഥാനം അടുക്കളയിലല്ല, അവിടെ കോടതി വരാതിൽ കോടതിയിൽ നീ കേസ് വാദിക്കും. പഴയ അഡ്വക്കേറ്റ് അഞ്ജലിയായി തന്നെ നീ തുടരുക തന്നെ ചെയ്യും. അതെൻ്റെ അച്ഛനാണെങ്കിലും ആരാണെങ്കിലും എനിക്ക് മുമ്പും പിമ്പും നോക്കേണ്ട കാര്യമില്ല, നീ ധൈര്യമായിട്ടിരിക്കുക അഞ്ജലി എന്ന് അർജുൻ പറയും കേട്ടോ. അങ്ങനെയാണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് വന്ന പ്രൊമോയിൽ ഏറ്റവും അവസാനത്തെ സീനുകൾ കുറച്ച് ആശങ്കകൾ ഉണ്ടാക്കുന്നുണ്ട്. കാരണം അനുപമയ്ക്ക് അടങ്ങിയിരിക്കാനായിട്ട് പറ്റത്തില്ല. രാഘവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഒരുപാട് സന്തോഷം അനുപമയ്ക്ക് ഉണ്ടാകുമെങ്കിലും പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ അഞ്ജലി ഈ വീടിൻ്റെ വലിയൊരു ഭാഗമായാലോ. അതുകൊണ്ട് അനുപമയുടെ പണി തുടങ്ങിയിരിക്കുകയാണ്. അനുപമ ഫോൺ വിളിച്ച് കാവ്യയോട് പറയുകയാണ്, അഡ്വക്കേറ്റ് അഞ്ജലിയും നമ്മുടെ അർജുനും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു സംഭവം കേൾക്കുന്നതിന് കാവ്യാണെങ്കിൽ ദേഷ്യം വന്നിട്ട് എന്താ ചെയ്യേണ്ടത് എന്ന് പോലും അറിയില്ല. ആ ഒരു സമയം അഞ്ജലിയെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ കത്തിയെടുക്കുന്ന ഒരു സീനോട് കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീക്കെൻഡ് പ്രൊമോ തീർന്നിട്ടുള്ളത്. എന്താണെങ്കിലും ഒരു 30 സെക്കൻഡ്സിൻ്റെ ഒരു ഷോർട്ട് പ്രൊമോയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ലെങ്തി ആയിട്ടുള്ള പ്രൊമോ വരാതെ നാളെ എന്താണെങ്കിലും മോർണിംഗിൽ വരുമായിരിക്കും. അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ ഇടുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി. ടേക്ക് കെയർ. ബൈ ബൈ.